ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് 7th ജൂലൈ മൺഡേ. കുറച്ച് ശുദ്ധമായി കയറാനായിട്ട് ജനലും വാതിലെല്ലാം തുറന്നിട്ടേക്കാം. ഇന്ന് സത്യം പറഞ്ഞാൽ എണീറ്റ് വന്നപ്പോൾ ആകെ ഒരു ഉഷാറില്ലായ്മ. അപ്പം പിന്നെ ഒരു കട്ടൻ കാപ്പിയെ തുടങ്ങിയേക്കാമെന്ന് വെച്ചു. എല്ലാ ദിവസവും ഇത് പതിവുള്ളതൊന്നുമല്ല കട്ടൻ കാപ്പി. ഇന്ന് ഇളയവൻ ഇപ്പം തന്നെ എണീറ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കാപ്പി ഇട്ട് വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ കൊച്ചിനൊരു കാപ്പി ഇടുന്ന കൂട്ടത്തിൽ എനിക്കും ഇരിക്കട്ടെ ആരെ ക്ലാസ് എന്ന് കരുതി. മൂത്തയാൾക്ക് ഭയങ്കര മസിൽ പെയിൻ ആണെന്ന് പറഞ്ഞ കാരണം ഇന്നത്തെ ട്യൂഷൻ മുടക്കേക്കുവാണ്. അതുകൊണ്ട് ഇന്ന് അധികം വെപ്രാളപ്പെടാതെ തന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കാം. ചിക്കൻ കറി ഇന്നലെ വൈകിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചായിരുന്നു. അപ്പോൾ ആ ഒരു പണി കുറവുണ്ട്. ഇന്ന് സ്കൂളിൽ ഡ്രോയിങ് ആൻഡ് ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ അവൻ വരയ്ക്കുന്ന പീക്കാച്ചുവിൻ്റെ ലെഫ്റ്റ് ചെവി മാത്രം അങ്ങ് ശരിയാവണില്ല. റൈറ്റ് സൈഡിലെ ചെവി ശരിയാവും, അതിങ്ങനെ കൂർത്തിരിക്കും. പക്ഷെ ലെഫ്റ്റ് സൈഡിൽ അതിങ്ങനെ ഉണ്ട പോലെ വരിക. അതങ്ങ് ശരിയാക്കാൻ പറ്റുന്നില്ല പുള്ളിക്ക്. പിന്നെ അതങ്ങനെയൊക്കെയോ ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരു കണ്ണ് പോലെ വരയ്ക്കാനൊക്കെ പറഞ്ഞു. ചിക്കൻ കറി ഓൾറെഡി റെഡിയാണ്. ഇനി ഒരു മോരും ഉണ്ടാക്കണം, ഒരു ക്യാബേജ് തോരനും ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളതും. എൻ്റെ പിള്ളേർക്ക് പിന്നെ ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ പുട്ട് ഓടും. ഒട്ടുമിക്ക വീടുകളിലെയും ദേശീയ ഭക്ഷണം ഈ പുട്ടൊക്കെ തന്നെയായിരിക്കും. വെറുതെ അടുക്കള വഴി എന്തിനോ വന്നു പോയതാണ് എൻ്റെ മൂത്ത പുത്രൻ. അപ്പോൾ ഒരു ചെറിയ പണി കൊടുത്തു. പഴം പൊളിച്ചോളാൻ പറഞ്ഞു. പിള്ളേർക്ക് പുട്ടിന് പഴമാണ്. പുട്ടിനെക്കാട്ടിലും കൂടുതൽ വേണ്ടത് പഴമാണ്. അതനുസരിച്ച് അവൻ എടുത്തു വയ്ക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഫെൽസൂട്ടിൻ്റെ പൊക്കത്തെക്കുറിച്ച് അവൻ ബോധവാനാകുന്നത്. അമ്മയുടെ ചെവിയുടെ ഒപ്പമുണ്ട് ഞാനെന്ന്. അങ്ങനെ അവരെ കാപ്പി കുടിക്കാനായിട്ട് പറഞ്ഞു വിട്ടു. ആ സമയം കൊണ്ട് ഞാൻ മോരുകറി റെഡിയാക്കി, ക്യാബേജ് തോരൻ റെഡിയാക്കി. അതിനിടയ്ക്ക് ഒരു കോള് വന്നതിന് നാക്കിട്ട് അലയ്ക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി ഇന്നലെ വൈകുന്നേരം റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം ഒന്ന് വറ്റിച്ച് റെഡിയാക്കി എടുക്കണം. സിമ്പിളായിട്ടുള്ള മോരുകറിയാണ്. അതിനൊരു ശകലം പോലും പുളിയും പാടില്ല. പുളി ഉണ്ടെങ്കിൽ ഇവർ ആ മോരുകറി കൂട്ടത്തില്ല. പുട്ടെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ അതേ കുക്കറിലേക്ക് കടലയിട്ട് വെച്ചു വേവിക്കാൻ വേണ്ടി. എനിക്ക് പുട്ടിൻ്റെ കൂടെ ഒന്നെങ്കിൽ കടലയോ പയറോ എന്ത് വേണമെങ്കിലും കഴിക്കും. പക്ഷേ പഴം പുട്ടിൻ്റെ കൂടെ കഴിക്കത്തില്ല. പുട്ടിനൊപ്പം പഞ്ചസാര പിന്നെയും കഴിക്കും, എന്നാലും പഴം കഴിക്കൂല. ഫാബിക്കുട്ടൻ്റെ സ്കൂളിലെ ഓരോ പരാതികളായിട്ട് ഇങ്ങനെ പറയുവാണ്. അങ്ങനെ അവരുടെ സ്കൂൾ ബസ് വന്നു, അവർ പോയി. ഇനി ചുറ്റും കൂരിരുട്ടെന്ന് പറയുന്ന പോലെ മൊത്തം ഇനി ഒരു നിശബ്ദതയായിരിക്കും വീട്ടിൽ. ഇടയ്ക്കിടയ്ക്ക് ജെന്നിയുടെ കുര മാത്രം കേൾക്കാം. അങ്ങനെ പിള്ളേരെയും പറഞ്ഞു വിട്ട് അത്യാവശ്യം പുറത്തെ പരിപാടിയൊക്കെ തീർത്ത് കയറി വന്നപ്പോഴത്തേക്കും കടല വെന്തു. കടലക്കറി റെഡിയാക്കി. ഞാൻ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് ഗരം മസാലയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല സ്മെല്ല്. ഒരു 3 മാസത്തോളമായി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട്. അടിപൊളിയാണ്. അങ്ങനെ ഭക്ഷണം കഴിപ്പെല്ലാം കഴിഞ്ഞു. ഇനിയുള്ള വലിയ ടാസ്ക്കാണ് ഈ പാത്രം കഴുകൽ. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടി. പക്ഷേ മൂവി എക്സ്പ്ലനേഷനൊക്കെ കേട്ട് ഇങ്ങനെ ഓരോ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുമ്പം ആ ബുദ്ധിമുട്ടങ്ങ് തോന്നാറില്ല. വേസ്റ്റ് കളയാൻ പോയി കറങ്ങി വന്ന സമയത്ത് 2 പേരയ്ക്ക കിട്ടി. അതിൻ്റെ ഫെൽസൂടിന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. അതിനിടയ്ക്കെല്ലാം നല്ല മഴയായിരുന്നു കേട്ടോ. പിള്ളേർ പോയതോടുകൂടി മഴ തുടങ്ങി. അങ്ങനെ അത്യാവശ്യം വേണ്ട പണികളെല്ലാം തീർത്തു. ഇനി 18-ാം തീയതി ആകുമ്പോഴേക്കും UK അയക്കാനുള്ള 5 ജോഡി ഡ്രസ്സ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. ഇന്നത്തെ വിശേഷം ഇത്രയുള്ള. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.